ഞാൻ വരാം ഡോക്ടർ സമ്പത്ത്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെയും ശ്രദ്ധയിൽ ഇപ്പോൾ വരുന്നുണ്ടാകാം. അത് കൂടി നിങ്ങളുടെ സമര പ്രഖ്യാപനങ്ങളെയും ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ടാകണം. എന്തായാലും നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ 8-9 വർഷമായി പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ എതിർപക്ഷത്തിനുള്ള നിങ്ങളെക്കുറിച്ചുള്ള പരാതികൾ എന്നൊക്കെ പറയുന്നത് കേരള വിരുദ്ധരാണ്, നിങ്ങൾ എല്ലാ പദ്ധതികളെയും നിങ്ങൾ എതിർക്കുന്നു എന്നതൊക്കെയാണ്. അങ്ങനെ ഒരു പേര് ഇനിയും ഉണ്ടാകരുത് എന്ന് നിങ്ങൾ കരുതുന്നത് കൊണ്ടാണോ ഈ നിലപാട് മാറ്റം, അല്ലെങ്കിൽ നിലപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടോ, അതോ ഈ കാര്യത്തിൽ എന്താണിപ്പോൾ ശരിക്കും നിങ്ങളുടെ നിലപാട്? ലാലെ, ഈ സമ്പത്ത് നമ്മുടെ സ്നേഹിതനും ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഒരു കടത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ഇത് ഒരുപാട് നേരം ഇവിടെ സംസാരിച്ചു. ഇപ്പം സ്ഥാപനം വരുന്നു, മദ്യശാല നിർമ്മിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണല്ലോ. ആ വിഷയത്തിന്മേലാണല്ലോ ചർച്ച. പാലക്കാട്ട് തന്നെ ഒരു മുൻ അനുഭവം നമുക്കില്ലേ? പ്ലാച്ചിമട കൊക്കക്കോള കമ്പനി വന്നതുമായി ബന്ധപ്പെട്ട 1999 മുതൽ കേരളത്തിൻ്റെ മുന്നിലൊരു പാഠമുണ്ട്, അനുഭവ പാഠം അറിയാമല്ലോ. അവിടെ പ്രതിദിനം അന്ന് 5 ലക്ഷം ലിറ്റർ വെള്ളം മതിയായിരുന്നു ആ കൊക്കക്കോള കമ്പനിക്ക്. അവിടെ അത് നടത്തിക്കൊണ്ടു പോകാൻ 5 ലക്ഷം ലിറ്റർ വെള്ളം, ഭൂഗർഭ ജലം വേണമായിരുന്നു ഒരു ദിവസം. അങ്ങനൊരു സാഹചര്യത്തിൽ ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിച്ച ജലം കിട്ടാതെ വിഷമിച്ച കൃത്യമായ ഒരുപാട് പഠനങ്ങൾ നമ്മുടെ മുൻപിൽ ഇരിക്കുകയാണ്. മനസ്സിലായിക്കോണം ലാലെ. നമ്മൾ കേരള വിരുദ്ധരാണ് പ്രതിപക്ഷം, അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞങ്ങ് വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് സന്തോഷമോ സംതൃപ്തിയോ ഉണ്ടാകുന്നതിലൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു പാഠം 1999 മുതൽ 2002 വരെ നടന്നിട്ടുള്ള വലിയ വിഷമകരമായ അനുഭവ ബോധ്യം പാലക്കാട് ഗ്രൗണ്ട് വാട്ടർ വെള്ളമാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ പറയും. അല്ല, ഞാൻ ഒരു കാര്യം, ഇത്രയും നേരം സമ്പത്ത് സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ലല്ലോ. പ്രാഥമികമായ അവസരത്തിൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. ഞാൻ എൻ്റെ പോയിൻ്റ് ഞാൻ കൺവേ ചെയ്യട്ടെ, കേട്ടിരിക്കുന്ന ആളുകൾ കേൾക്കട്ടെ. ബഹുമുഖമായിട്ടുള്ള സംഘടനകൾ സമരം ചെയ്തു പ്ലാച്ചിമടയിൽ, ഓർമ്മയുണ്ടല്ലോ ലാലിന്. ആ സമരം 2002 വരെ നീണ്ടു. 2004 വിജയിച്ചു. കമ്പനി അടച്ചുപൂട്ടിപ്പോയി. എന്തുകൊണ്ടാണ് ആ കമ്പനി അടച്ചുപൂട്ടേണ്ടി വന്നത്? അതിലേക്ക് ഗവൺമെൻറ്റുകൾക്ക് വരേണ്ടി വന്നത് എന്തുകൊണ്ടാണ് വരേണ്ടി വന്നത്? പ്രതിദിനം 5 ലക്ഷം ലിറ്റർ ഭൂഗർഭജലം മാത്രം വേണ്ടി വന്ന ഒരു കമ്പനി ഇപ്പോൾ വരാനിരിക്കുന്നത് പ്രതിദിനം 10 ലക്ഷം ലിറ്റർ വേണ്ട കമ്പനി വരാൻ പോകുന്നത്, എലപ്പള്ളി പഞ്ചായത്തിൽ വരാൻ പോകുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ. വരാൻ പോകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഒരു അനുഭവ ബോധ്യമുള്ളപ്പോൾ ഒരു ഗവൺമെൻറ് അത് പഠിക്കണ്ടേ? ഗവൺമെൻറ് അത് മനസ്സിലാക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, പ്ലാച്ചിമട ആ സംഭവത്തിൻ്റെ പേരിൽ അന്നത്തെ ആ കമ്പനി വന്നു, അവിടെ സമരങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. ആ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിരുന്ന മാലിന്യങ്ങൾ, അതും ആ മാലിന്യങ്ങളെ വളമാണെന്ന് ധരിപ്പിച്ച് ജനങ്ങൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായി. അവസാനം അത് പകർച്ചവ്യാധികളടക്കം വന്നു. ആ കമ്പനി പൂട്ടുമ്പോൾ 216 കോടി രൂപയാണ് പ്രദേശവാസികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന ഒത്തുതീർപ്പുണ്ടായത്. കൊടുത്തോ? ഈ നിമിഷം വരെ അത് ഈടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പ്രദേശത്തെ വരൾച്ചയിലേക്ക് തള്ളിവിട്ട് അവരുടെ സാധാരണ ജീവിതം തകർത്ത് ആ കമ്പനി പൂട്ടിക്കെട്ടിപ്പോയി ഗവൺമെൻറ്റുകളുടെ മുൻപാകെ നടത്തിയ ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട 216 കോടി രൂപ കൊടുക്കാതെ കമ്പനി മുങ്ങിയിട്ട് ആ പാവങ്ങളെ സഹായിക്കാൻ നടപടി സ്വീകരിക്കുന്നതിൽ ജാഗ്രതയായ ഒരു സമീപനം ഗവൺമെന്റിൽ നിന്നുണ്ടായാൽ നമ്മൾ പ്ലാച്ചിമടയും ഈ പുനരുദ്ധാരണമെന്നോ തമ്മിൽ എന്ത് താരതമ്യമാണ് താങ്കൾ ചെയ്യുന്നത്? അതല്ലേ പറഞ്ഞത്. ഇപ്പം എഥനോൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അടക്കമുള്ള ഒരു സ്ഥാപനം മദ്യശാല ഒയാസിസ് കമ്പനി കൊണ്ടുവരുന്നു. ആ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ പോകുന്നില്ല. മദ്യ നയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്നിട്ടുള്ള 2021-2022 മദ്യ അഴിമതിയെ സംബന്ധിച്ച വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ ഒരു കമ്പനി, ആ കമ്പനി നിങ്ങൾ ചൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അഴിമതിയില്ലേ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലേക്ക് വലിയൊരു പ്രോജക്റ്റുമായി ഈ പറയുന്ന പോലെ
അല്ല ഞാൻ പറഞ്ഞതിരട്ടെ, ഈ കമ്പനിയെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ലേ? എങ്ങനെ ഈ ഒയാസിസ് കമ്പനിയെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ലേ? ഞാൻ സെലക്ട് ടെൻഡർ ഇല്ലാതെ ഈ കരാറിൽ ഏർപ്പെടാൻ നിങ്ങൾ തയ്യാറായിട്ടുള്ള നടപടിക്രമങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോയിട്ടില്ലേ? ഗവൺമെന്റ് ആ കാര്യത്തിൽ ഒരു സെലക്ഷൻ പ്രോസസ് നടത്തിയതായി എനിക്കറിയില്ല. എനിക്ക് അറിയാവുന്നത് ഈ ഒയാസിസ് കമ്പനി ഒരു പ്രപ്പോസൽ ഗവൺമെന്റ് മുമ്പാകെ വെച്ചു. താങ്കൾക്ക് അറിയില്ലെങ്കിൽ താങ്കൾ മനസ്സിലാക്കിയോ, ടെൻഡർ ഇല്ലാതെ ഒയാസിസ് കമ്പനിക്ക് ഈ ഇത് പറയുന്നത് കേൾക്കുമോ ലാലെ? ലാലെ, നമ്മൾ കലഹിക്കാനല്ലല്ലോ ചർച്ചയ്ക്ക് വരുന്നത്. നിലപാട് പറഞ്ഞു. നിങ്ങൾ 3 പേര് ഇരിപ്പുണ്ടല്ലോ ഈ ചർച്ചയിൽ, മറ്റു 2 പേരും ഉൾപ്പെടെ 3 പേര് ഇരിപ്പുണ്ടല്ലോ. അല്ല ഇടപെടുന്നതിന് എനിക്ക് വിരോധമില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെ ചെയ്യാതെ ഒരാൾ സംസാരിക്കാൻ അവസരം കൊടുക്കൂ. ഒരാൾ സംസാരിക്കട്ടെ, പറഞ്ഞോളൂ. ഒരാൾ സംസാരിക്കട്ടെ, സംസാരിച്ചതിന് ശേഷം അവർക്ക് അവസരം കിട്ടുമ്പോൾ അവർ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഈ ഒയാസിസ് കമ്പനിയെ സർക്കാർ ഏതെങ്കിലും ഒരു ടെൻഡർ വിളിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞ് അപേക്ഷിച്ച് സെലക്ട് ചെയ്തോ എനിക്ക് തോന്നുന്നില്ല. ഒരാൾക്ക് ഈ രാജ്യത്ത് ഒരു പ്രപ്പോസൽ കൊടുക്കാം, സർക്കാരിന് കൊടുക്കാം. ഞാൻ ഈ സർക്കാരിന് പ്രപ്പോസൽ കൊടുക്കുന്നതിനോ ആ പ്രോജക്റ്റുമായി ഒരു കമ്പനിയെ ക്ഷണിക്കുന്നതിനോ ഉള്ള തർക്കമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് 26 ഏക്കർ ഭൂമി എന്തിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? മദ്യശാല പണിയാനാണോ കൊടുത്തിരിക്കുന്നത്? ആണോ? മദ്യശാല പണിയാനാണോ കൊടുത്തിരിക്കുന്നത്? അത് കോളേജ് പണിയാൻ കൊടുത്ത സ്ഥലമാണ്. അവിടെ നിങ്ങൾ മദ്യശാലയ്ക്ക് ഞാൻ ചോദിച്ചത്, സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ മലബാർ ഡിസ്റ്റിലറീസ് അവിടെ ഇല്ലേ? എന്താ അത് നിങ്ങൾ അടച്ചുപൂട്ടിയത്? എന്തിനാണ് അത് പ്രവർത്തിക്കാത്തത്? എന്തുകൊണ്ടാണ് അവിടെ ഉൽപ്പാദന പ്രവർത്തനങ്ങൾ നടക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങളത് ബോധ്യപ്പെടുത്തണ്ടേ? സർക്കാർ നേരിട്ട് നടത്തുന്ന, സർക്കാരിന് ഇപ്പോൾ പറഞ്ഞല്ലോ 10-700 ആളുകൾക്ക് തൊഴിൽ കിട്ടും. സർക്കാർ നടത്തിയാൽ തൊഴിൽ കിട്ടത്തില്ലേ? സർക്കാർ മലബാർ ഡിസ്റ്റിലറീസ് നടത്തിയാൽ തൊഴിൽ കിട്ടത്തില്ലേ? സർക്കാരിന് അതിൽ നിന്ന് ലാഭം കിട്ടത്തില്ലേ? അങ്ങനെയുള്ള ഒരു സ്ഥാപനം അടച്ചുപൂട്ടിയത് എന്തിനാണ്? സർക്കാരിന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ അതിനകത്ത് സർക്കാരിന് താല്പര്യമില്ലാത്ത കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ നാട്ടിൽ ആർക്കും അത്തരത്തിലൊരു ബിസിനസ് ആലോചിക്കാനോ സർക്കാരിന് ഒരു പ്രപ്പോസൽ കൊടുക്കാനോ അവകാശമില്ല എന്നാണോ? അവർ മുന്നോട്ട് വന്നാൽ ആ നിക്ഷേപത്തെ വേണ്ട എന്ന് വെക്കണമെന്നാണോ? ഒരു സർക്കാരിന്റെ നയത്തെ അല്ലേ താങ്കൾ ഇപ്പോൾ ഈ രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്? നമ്മുടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒറ്റ സെക്കൻഡ്. ഡോക്ടർ സമ്പത്ത് ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ സംസാരിച്ചു. നിങ്ങൾ 3 പേരും സംസാരിച്ചോ? ഞാനങ്ങ് ഇറങ്ങിയേക്കാന്നേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൈരളി ചാനലാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പം നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഞാൻ ചോദിക്കുന്നത്, തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെങ്കിൽ, സർക്കാരിന് സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിൽ, വലിയ വ്യാപാര സാധ്യതയുണ്ടെങ്കിൽ എന്തുകൊണ്ട് മലബാർ ഡിസ്റ്റിലറീസ് അടച്ചുപൂട്ടി? എന്തായിരിക്കും അതിൻ്റെ കാരണം? അത് പഠിക്കണ്ടേ? ആ പ്രദേശത്ത് ആ പ്രദേശത്തുള്ള കൃഷിയിടത്തിൻ്റെ അളവറിയാമോ? 1600 ഹെക്ടർ നിലമുണ്ട് അവിടെ, നെൽപ്പാടങ്ങൾ. അവിടുത്തെ കാർഷിക വൃത്തിക്ക് വേണ്ടി ജലം ആവശ്യമുണ്ട്. ആ ജലം എങ്ങനെയാണ് ആ പ്രദേശങ്ങളിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു ഈ പ്രോജക്റ്റിന് ജലം പൂർണ്ണമായി സർക്കാർ കൊടുക്കണമെന്ന് ഈ പ്രോജക്റ്റിൽ ഇല്ല. അങ്ങനെ കൊടുക്കാമെന്ന് സർക്കാർ ഏറ്റിട്ടില്ല. ഭൂഗർഭജലം ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അവരുടെ പ്ലാന്റും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കുന്ന അവരാണ്. നമ്മൾ വെറുതെ ചുമ്മാ നിങ്ങൾ രാഷ്ട്രീയം വെച്ച് സർ, ഇതിനകത്ത് ഭൂഗർഭജലത്തെ കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഭൂഗർഭജലം എവിടെ? വെള്ളം വരുന്നതിന് അതിനുള്ള സ്രോതസ്സുകൾ അവർ ഉപയോഗിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. വല്ലയിടത്തുനിന്നും കൊണ്ടുവരുമോ? നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുമോ? തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ട് കൊടുക്കുമോ? ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് ഞാനിരിക്കുന്നത്. കുട്ടനാട്ടിലെ വെള്ളം നിങ്ങൾ പമ്പ് ചെയ്താണോ കൊടുക്കുന്നത് പാലക്കാടിന്? അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വെള്ളയാണിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണോ കൊടുക്കുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, അതിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അതുപോലെ ഇവിടെ മഴവെള്ള സംഭരണിയുണ്ട്. മഴവെള്ള സംഭരണിയാണ് ഇവർ പറയുന്നത്. ഇവർ മുന്നോട്ട് വെക്കുന്നത് മഴവെള്ള സംഭരണിയാണ്. ജനങ്ങളുടെ എന്താ
മഴവെള്ള സംഭരണി. എൻ്റെ പൊന്ന് സാറേ, അവിടെ അതെല്ലാം പരീക്ഷിച്ചിട്ടുണ്ടെന്നേ. പീപ്പിൾസ് സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പേരിൽ വെള്ളം കിട്ടാതെ ദൗർലഭ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുകയും 1000-ലധികം കുഴൽക്കിണറുകളും 525-ലധികം കിണറുകളും മേനോൻ നഗറിലടക്കം സ്ഥാപിച്ച് ജലദൗർലഭ്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിൽ വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടെന്ന് അവിടെ. അല്ലാതെ അവർക്ക് ആ നഷ്ടം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എന്താ കുഴപ്പം? നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. അത് ആ കമ്പനിയല്ലേ നോക്കേണ്ടത്. ആ കമ്പനിയുടെ ഉത്തരവാദിത്തമല്ലേ. എന്നാ നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ സംസാരിച്ച് സംസാരിക്കാം. ഇല്ല, നമുക്ക് തമ്മിൽ സംസാരിച്ച് പോവാം സാർ. അതിനകത്ത് ആ കമ്പനിക്ക് അത്തരത്തിൽ ജലം കിട്ടുന്നതിന് കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ടും അവർ അവിടെ അവരുടെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ പിന്നെ നമുക്കെന്താണ്? ആളുകളുടെ ബുദ്ധിമുട്ടിൻ്റെ കുത്തകപ്പാട്ടം ലാലിൻ്റെ കയ്യിലാണോ അതോ പിണറായി വിജയൻ്റെ കയ്യിലാണോ? അവിടുത്തെ ജനങ്ങളുടെ കുത്തകപ്പാട്ടം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരനുഭവം പ്ലാച്ചിമട സംഭവത്തിലൂടെ കേരളത്തിന് ബോധ്യമുള്ളപ്പോൾ അവിടെ അതിൻ്റെ ഒരു തനിയാവർത്തനം ഉണ്ടാകാതിരിക്കാൻ പ്രതിപക്ഷം നിലപാടെടുക്കും. അത് കേരള വിരുദ്ധതയല്ല, കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവരുടെ ജീവിതാവസ്ഥയെ പരിപാലിക്കുന്നതിന് വേണ്ടിയുമാണ് പ്രതിപക്ഷം നിലപാടെടുക്കുന്നത്. തീർച്ചയായും. പക്ഷേ ഈ കാര്യത്തിൽ ഒരു പരാതി അവിടെ നിന്ന് ഇല്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഇവിടെ പരാതിയില്ല, പ്രാദേശിക നേതാക്കൾക്കും പരാതിയില്ല എന്നാണ് സർക്കാർ പറയുന്നത്. വന്നതിനേക്കാൾ അതിവേഗമായിരിക്കും തിരിഞ്ഞോടുന്നത് മുഖ്യമന്ത്രിയും കൂട്ടാളികളും. ശരി, ഇവിടെ ഒരു പരാതിയില്ല, പ്രാദേശിക നേതൃത്വത്തിനും പരാതിയില്ല എന്നാണ് സർക്കാർ പറയുന്നത്. തിരിഞ്ഞോടുമ്പോൾ ആരാണ് ആദ്യം ഓടുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ അന്വേഷിക്കുന്നത്. അല്ല, അത് നമുക്ക് അന്വേഷിക്കാം. നിങ്ങൾ കൊണ്ടുവാ, കമ്പനിയെ കൊണ്ടുവാ, നടത്തി കാണിക്ക്. ഈ സർക്കാർ വന്നതിന് ശേഷം കൊണ്ടുവന്ന് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതി കേരളത്തിന് മുന്നിൽ നിങ്ങൾ കൊണ്ടുവന്ന പുതിയൊരു വ്യവസായ സ്ഥാപനം നിങ്ങൾ പറയുന്നേ അതാണോ നിങ്ങളുടെ ഉദ്ദേശം? ഒരു വ്യവസായ സ്ഥാപനവും ഈ സർക്കാരിന്റെ കീഴിൽ വരരുത്, അതിനൊരു തടസ്സമായി ഈ പ്രോജക്റ്റ് ഉണ്ടാകരുത്, അതാണോ? അല്ല, ആ തടസ്സമാണോ ഒരു സാധാരണ ജനങ്ങളെ ബാധിക്കുന്നത്? നിങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് എന്നെ വിളിച്ചു. വിളിച്ചപ്പോൾ പണി മുടക്കിയ ജീവനക്കാർ അവരുടെ ജോലിയുടെ വേതനം, അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NGO യൂണിയൻകാർ സമരം ചെയ്തു, ജോയിന്റ് കൗൺസിലുകാരൻ സമരം ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അവർ കാശിന് ആക്രാന്തം കൂടി പോയവരാണെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് അതിന് നാണോ മാനോ ഒന്നുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് നാണോ മാനോ ഒന്നുമില്ല. ജീവനക്കാർ അവന്റെ അധ്വാനത്തിന്റെ വിഹിതത്തിന് വേണ്ടി സമരം ചെയ്താൽ അവർ പണമോഹികളാണ്. അത് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലാണ്, അത് അവിടെ നിങ്ങൾ തർക്കിച്ച് തീർന്നു. ഇനിയിപ്പോ ഇന്നത്തെ കാര്യത്തിലാണ് എന്റെ ചോദ്യം. ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ന്യായീകരണങ്ങളും നിങ്ങൾക്കെതിരെയുള്ള പ്രതിരോധങ്ങളും മനസ്സിലാകുന്നുണ്ടോ എന്നാണ്. ബ്രൂവറി വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബ്രൂവറിയുമായി ബന്ധപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ. ബ്രൂവറി വിഷയം ചർച്ച ചെയ്യുമ്പോൾ ബ്രൂവറിയുമായി ബന്ധപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ സമ്പത്ത് പറഞ്ഞല്ലോ. അതിവിടെ പറയേണ്ടെന്ന് എന്താ നിങ്ങൾ പറയാഞ്ഞത്? അല്ല, അക്കാര്യത്തിൽ ലോജിക്കലായി പറഞ്ഞൊരു കാര്യമുണ്ട് സാർ. അതായത് ധനാഗമ മാർഗങ്ങൾ ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനം എടുത്ത തീരുമാനങ്ങൾ പോലെയല്ല. ഇപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് കാരണമുണ്ട്. അതിന് GST പോലെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുമായി ബന്ധമുണ്ട്. ധനാഗമ മാർഗങ്ങൾക്കുള്ള വഴികൾ അന്വേഷിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ മദ്യനയത്തിൽ ഉൾപ്പെടെ പുതിയ കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും എന്നാണ്. അങ്ങനെ വന്നപ്പോഴാണ് പുതിയൊരു പ്രോജക്റ്റ് വന്നത്.